എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്മാവ്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇത് വെച്ചിട്ട് എളുപ്പത്തിലൊരു ഉപ്മാവ് ഉണ്ടാക്കാം. ഇതിൻ്റെ അളവൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിപ്പോൾ പുട്ടിന് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പാകത്തിനുള്ള ഉപ്പിടുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കുഴച്ച് വെക്കുകയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ആദ്യം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമർ വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ 10 മിനിറ്റ് ഞാനിത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്മാവ് ഉണ്ടാക്കാം. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അടികട്ടിയുള്ള ഒരു പാത്രം വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതാ ഉണക്കമുളക്, കറിവേപ്പില, കുഞ്ഞുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കുറച്ച് മതി. എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം വറുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൊടിയില്ലേ, ചോളപ്പൊടി, അതിട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചെറിയ തീയിൽ അടച്ച് വെക്കണം ഒരു 2 മിനിറ്റ്. ഇത് നല്ലോണം ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഉപ്മാവ് റെഡിയായി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ലാസ്റ്റ് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ. സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയിട്ട് മുട്ട പൊരിച്ചത് ഉണ്ടാക്കുക. ആദ്യം മുട്ട പുഴുങ്ങിയെടുത്തിട്ടാകുമ്പോൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനൊരു പാന് അടുപ്പിൽ വെക്കുക. ഓയിലൊന്നും ഒഴിക്കാൻ പാടില്ല. ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാണ്ട് തന്നെ ഇതിങ്ങനെ വറുത്തെടുക്കുക. ഈ കറിവേപ്പിലയെല്ലാം നല്ല ഒരു ക്രിസ്പി പോലെ ആവും. തീ കൂട്ടി വെക്കാൻ പാടില്ല, ഈ പൊടികളിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുത്തിട്ടാകുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നല്ലോണം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു മസാലയാക്കിയിട്ടാകുമ്പോൾ അതിലേക്ക് പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ മുട്ട പൊരിച്ചാൽ നമുക്ക് വൈകുന്നേരം ചായയുടെ സമയത്തെല്ലാം വെറുതെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇന്നത്തെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.